BJP ഏറ്റവും കൂടുതൽ മറക്കുന്ന ഒരു പേര് വസുന്ധര രാജെ സിന്ധ്യയുടെയാണ്. 2018 രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വസുന്ധര സിന്ധ്യ പ്രതിപക്ഷത്താകുന്ന സാഹചര്യമുണ്ടായി. ഇടക്കാലത്ത് കോൺഗ്രസിനുള്ളിലെ പടലപ്പണക്കം മുതലാക്കാൻ ഓപ്പറേഷൻ താമര കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ BJP ഒരു പ്ലാൻ ഇട്ടതാണ്. എന്നാൽ വസുന്ധര രാജെ സിന്ധ്യയുടെ കടുംപിടുത്തമാണ് ഏറിയ പങ്കും കോൺഗ്രസിന്റെ തുടർന്നുള്ള മുന്നോട്ട് ഉള്ള പോക്കിന് കാരണമായത് എന്ന് പലപ്പോഴായി ഗെലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വസുന്ധര അതിന് കൊടുത്ത മറുപടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. താൻ പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ജനങ്ങളുടെ വിധി കൊണ്ടാണ്. 4/3 ഭൂരിപക്ഷവുമായി 2013 ഡിസംബറിൽ അധികാരത്തിലേറിയ തനിക്ക് ജനങ്ങളുടെ വിധി എന്താണെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ 78 സീറ്റ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കാനേ നിർവാഹമുള്ളൂ. ഏറ്റവും വലിയ വിജയം ആഘോഷിച്ചതിന് ശേഷം കേവല ഭൂരിപക്ഷം പോലും കിട്ടാതിരിക്കുക എന്നത് അത്ര രസകരമായ കാര്യമല്ല എന്നായിരുന്നു അന്ന് BJP നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. അർജുൻ റാം മേഘ്വാളും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ഒക്കെ വലിയ തോതിൽ വസുന്ധര സിന്ധ്യക്കെതിരെ ഒരു തുറന്ന പോരിന് തയ്യാറായത് ആ നിമിഷം മുതലാണ്. കാരണം അവർ അത്രയേറെ ആഗ്രഹിച്ചു BJP വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നുവെന്ന്. എന്നാൽ 2023 നവംബർ മാസമായി കഴിഞ്ഞപ്പോൾ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി BJP സഖ്യം അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് കാരണമായത് കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ലാണ്. BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. കേവലം 45 ലക്ഷത്തിന്റെ വ്യത്യാസമാണ് അവിടെ കോൺഗ്രസും BJP തമ്മിലുള്ള ഇക്വേഷനിൽ മാറി മറിഞ്ഞത്. എന്നാൽ ഫലത്തിൽ അത് 30-ലധികം സീറ്റുകളിൽ BJP സഖ്യത്തെ വിജയിപ്പിക്കുന്ന കാഴ്ച ഉണ്ടാവുകയും കോൺഗ്രസ് 70 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഇത് ഫലത്തിൽ BJPയെ പുതിയ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടെത്തിച്ചു. BJPയിൽ അപ്രസക്തനായിരുന്ന ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കി വസുന്ധരയെ ഒതുക്കാനായിരുന്നു ആദ്യ പ്ലാനെങ്കിൽ അത് അവർ വിജയകരമാക്കി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വസുന്ധരയെ അടുപ്പിക്കാതെ വസുന്ധര രാജെ പാർട്ടിക്ക് വേണ്ടാത്ത ഒരു ആളാണ് എന്ന് ഉറപ്പിക്കുക വഴിയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും അവരോടുള്ള കണക്ക് തീർത്തത്. 2018 മുതൽ കൃത്യമായും ചില ഇക്വേഷൻ നടത്തി അട്ടിമറിക്കാൻ നടന്ന BJPയെ പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തിയ വസുന്ധരയെ ഇനി സ്ഥാനത്തേക്കും കൊണ്ടുവരേണ്ട, ഞങ്ങളുടെ ആജ്ഞ അനുസരിക്കാത്ത ഏത് നേതാവിനും ഇത് തന്നെയായിരിക്കും ശിക്ഷ എന്നതായിരുന്നു അവിടുത്തെ കൃത്യമായ നിഗമനം. പക്ഷേ അതിന് മറുപടി കൊടുത്തിരിക്കുന്നു വസുന്ധര. കൃത്യമായും കോൺഗ്രസിലേക്ക് പോയാൽ വസുന്ധരയ്ക്ക് ഗ്രീൻ സിഗ്നൽ ആയിരിക്കും അവിടെ നിന്നും ലഭിക്കുക എന്ന് പൈലറ്റിന്റെ വാക്കോടുകൂടിയാണ് ഇപ്പോൾ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള മിനുക്ക് പണിയുമായി വസുന്ധര എത്തിയിരിക്കുന്നത്.